കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതാ, കേരളത്തിൽ ഇങ്ങനെ തന്നെ ലഹരി വസ്തു പോവുകയാണെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ യുവാക്കൾ എന്ന് പറയുന്ന സാധനം ഈ ലോകത്ത് ഉണ്ടാവില്ല. അതായത് നിങ്ങളെ മക്കൾ ഉണ്ടാവില്ല. അതൊക്കെ നിങ്ങളെ മക്കൾ വേണ്ടേ? മുഴുത്ത ഭ്രാന്തനായിട്ട് ഈ ലോകത്ത് കൂടി നടക്കുന്ന നിങ്ങൾക്ക് കാണണോ? ഈ കുട്ടികൾ ഭ്രാന്തനായി നടക്കുന്ന കാണണോ നിങ്ങൾക്ക്? കേരളത്തിൽ നക്ഷത്ര എന്ന് പറയുന്ന 6 വയസ്സുള്ള പെൺകുട്ടീനെ അച്ഛൻ സ്വന്തം മഴ കൊണ്ട് ഉണ്ടാക്കിയിട്ട് തല പിളർത്ത് കഥകൾ കേട്ടിട്ടില്ലേ? എരഞ്ചിപ്പാലത്ത് സുബേർ എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരനെ 18 വയസ്സുകാരി പെൺകുട്ടിയും അവളെ കൂട്ടുകാരനും കൂടി മാർബിൾ മുറിക്കുന്ന മിഷൻ കൊണ്ട് ആ ചങ്ങാതി അറുത്തറുത്ത് മാറ്റി പെട്ടിയിലാക്കി കേരളം മുഴുവൻ കൊണ്ടാട്ടങ്ങൾ അറിയോ? 18 വയസ്സുള്ള ചെക്കനെ പഠിപ്പിക്കാൻ വേണ്ടി ഉപ്പാപ്പയും ഉമ്മാമ്മയും സകല സമ്പാദ്യവും കൊടുത്ത് ബാംഗ്ലൂരിൽ പോയി പഠിച്ച ചെക്കൻ ഇന്റർവെൽ സമയത്ത് നാട്ടിലേക്ക് വന്നപ്പോൾ അവന് ഭക്ഷണം വാങ്ങിച്ചു. ഭക്ഷണം വെച്ചു കൊടുക്കാൻ വേണ്ടി ഉപ്പാപ്പയും ഉമ്മാമ്മയും തൃശ്ശൂരുള്ള വീട്ടിലേക്ക് വന്നപ്പോൾ ഈ ചെക്കൻ പൈസക്ക് ചോദിച്ചപ്പോൾ പൈസ കൊടുക്കാതിരുന്നതിന് ഉപ്പാപ്പയും ഉമ്മാമ്മയുടെയും വയറ് കീറിപ്പിളർന്ന് കുടൽമാല പുറത്തേക്ക് ഇട്ടിട്ട് റോഡുമിലൂടെ നടന്ന 18 വയസ്സുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓർക്കാട്രി ടൗണിൽ ഉടുതുണിയില്ലാതെ നാട്ടിലൂടെ ഓടി നടന്ന് കൊടുവാള് കൊണ്ട് വെട്ടി എല്ലാവരെയും പരിക്കേൽപ്പിച്ച ഒരു A+ കിട്ടിയ LSS കിട്ടിയ 10ാം ക്ലാസ്സിൽ A+ കിട്ടിയ +2 സകല മാർക്കും വാങ്ങിയ ഒരു ചെക്കനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറ്റ്യാടിയിൽ 14 വയസ്സുകാരിയായ പെൺകുട്ടി ഉടുതുണിയില്ലാതെ കുറ്റ്യാടി ടൗണിലൂടെ ഭ്രാന്തിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് സൂക്ഷിച്ചോ, ഇതെല്ലാം ഈ ഭീകരവാദിയുടെ പ്രവർത്തികളാണ്. സൂക്ഷിക്കണം. ഈ ലഹരി മാഫിയ ഈ കുട്ടികൾ അങ്ങ് കൊടുത്തിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നാലില്ലേ പിന്നെ ജാതിയും മതവും ഒന്നുമില്ലട്ടോ. ഇന്ത്യ എന്ന് പറയുന്ന മണ്ണ് നശിച്ചു പോകും. ഒരു സമുദായം ഇവിടെ ബാക്കി ഉണ്ടാവില്ല. ബാക്കിയുള്ള സമുദായം MDMA സമുദായമായിരിക്കും. അതുകൊണ്ട് നമ്മളെ മക്കളെ നമുക്ക് ചേർത്ത് പിടിക്കണം.